അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ? അപ്പൊ ആരൊക്കെയാണെന്ന് നമുക്കറിയാം, നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. ആരൊക്കെയാണ്? ഭീകരവാദികളെ അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കും. അതുപോലെ തന്നെ അപകടകാരികളായിട്ടുള്ള തടവുകാരെ പാർപ്പിക്കും. അതുപോലെ തന്നെ തീവ്രവാദികളും വരും. എന്നാൽ സിവിൽ തടവുകാർ വരുമോ? ഒരിക്കലും വരില്ല. എന്താണ് സിവിൽ തടവുകാരെ എന്തിനാണ് അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ടത്? പാർപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അതീവ സുരക്ഷാ ജയിൽ എന്ന് പറയുമ്പോൾ ഭീകരവാദികൾ, അപകടകാരികളായിട്ടുള്ള തടവുകാർ, രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നവർ, അതോടൊപ്പം തന്നെ തീവ്രവാദികൾ എന്നീ തുടങ്ങിയ അപകടകാരികളായിട്ടുള്ളവരെയാണ് അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കുന്നത്, ഹൈ സെക്യൂരിറ്റി പ്രിസണിൽ പാർപ്പിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? ആൻസർ 1, 2, 3 ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്കറിയാം അതീവ സുരക്ഷാ ജയിൽ അഥവാ ഹൈ സെക്യൂരിറ്റി പ്രിസൺ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ അതീവ സുരക്ഷാ ജയിലായിട്ടുള്ളത് അത് എവിടെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. വിയ്യൂരാണ്, തൃശ്ശൂർ ജില്ലയിലെ വിയ്യൂരിലാണ്. അപ്പം കേരളത്തിലെ ഏക അതീവ സുരക്ഷാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. കേരളത്തിലെ ഏക അതീവ സുരക്ഷാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിയ്യൂർ, തൃശ്ശൂരാണ്. വിയ്യൂർ, തൃശ്ശൂരാണ്. അതോടൊപ്പം തന്നെ എന്നാണ് അതീവ സുരക്ഷാ ജയിൽ സ്ഥാപിതമായതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 2019 ജൂലൈ 3 2019 ജൂലൈ 3 അതീവ സുരക്ഷാ ജയിൽ വിയ്യൂരിൽ സ്ഥാപിതമായത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു അതീവ സുരക്ഷാ ജയിൽ ഹൈ സെക്യൂരിറ്റി പ്രിസൺ ആണെന്ന് പറഞ്ഞല്ലോ. ആ ഒരു അതീവ സുരക്ഷാ ജയിലിൽ ഒരേ സമയത്ത് തന്നെ 600 തടവുകാരെയും 192 സെൽസും ഉണ്ട്. അതോടൊപ്പം തന്നെ അത്യാധുനിക സൗകര്യങ്ങളായിട്ടുള്ള ബോഡി സ്കാനർ, ബയോമെട്രിക് സിസ്റ്റംസ്, CCTV, അതുപോലെ തന്നെ ഓരോ തടവുകാർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ജയിൽ സെല്ലുകളും ഒക്കെ വരുന്നതാണ് ഈ ഒരു അതീവ സുരക്ഷാ ജയിലിൽ. അപ്പൊ അതീവ സുരക്ഷാ ജയിലിനെ കുറിച്ച് നമ്മൾ ഇത്രയും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പം ഒരു മാർക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള പ്രിസൺസ് ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? കേട്ടോ, ക്വസ്റ്റ്യൻ എന്നുള്ള ഞാൻ വായിക്കാം. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നോക്കാം. വ്യവസ്ഥകൾക്ക് വിധേയമായി ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് പരോൾ കൊടുക്കുന്നത്? എന്തിനാണ് പരോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? വ്യവസ്ഥകൾക്ക് അതായത് നമുക്ക് പ്രൊസീജിയറിനൊക്കെ വിധേയമായിട്ട് ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാമെന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ഓപ്ഷൻ ബി നോക്കാം. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും? ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കുമോ? ഒരിക്കലുമില്ല. കാരണം എന്താണ്? കഠിനമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്ത ഒരാൾക്ക് പരോൾ ലഭിക്കുമോ? ഒരിക്കലും ലഭിക്കത്തില്ല. അപ്പോൾ അതിനൊക്കെ ഓരോ മാനദണ്ഡം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഓപ്ഷൻ ബി ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. എന്താണ് ശരിയല്ലാതെ വന്നിരിക്കുന്നത്? ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കുമെന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. അടുത്ത ബന്ധുവിന്റെ ഗുരുതരമായ രോഗമോ മരണമോ കാരണം പരോൾ നൽകാം. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മറ്റേതെങ്കിലും മതിയായ കാരണമോ സംഗതിയിലോ പരോൾ നൽകാം. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മളോട് എന്താണ്? ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കുമെന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 82ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനുമായി ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആര് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, വെൽഫെയർ ഓഫീസറാണ്. അപ്പൊ വെൽഫെയർ ഓഫീസറിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് വെൽഫെയർ ഓഫീസറായിട്ട് വരുന്നത് മെയിൻലി ഒരു സൈക്കോളജിസ്റ്റ് ആണ് വെൽഫെയർ ഓഫീസറായിട്ട് വരുന്നത്. അതായത് നമ്മുടെ ജയിലിലെ തടവുകാരുടെ മാനസികാരോഗ്യവും അവരുടെ മാനസിക നിലയും ഒക്കെ ഒന്ന് അളക്കാൻ വേണ്ടിയൊക്കെയുള്ള അവർക്ക് വേണ്ടുന്ന മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ജയിലിലുള്ളൊരു ഓഫീസറാണ് വെൽഫെയർ ഓഫീസർ. കേട്ടോ, അവർ സൈക്കോളജി പഠിച്ചവരാണ് വെൽഫെയർ ഓഫീസറായിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ എന്താണ്? തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? വെൽഫെയർ ഓഫീസറാണ്. വെൽഫെയർ ഓഫീസറാണ്. അടുത്ത ചോദ്യം,
2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സന്മാർഗിക സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് ആര് എന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ അംഗമല്ലാത്തത് ജയിൽ ആരൊക്കെയാണെന്ന് ഓപ്ഷൻസ് നോക്കാം. ജയിൽ DGP, പോലീസ് DGP, ജില്ലാ പ്രൊബഷൻ ഓഫീസർ, ജില്ലാ ജഡ്ജി. അപ്പൊ ഇതിനകത്ത് അംഗമല്ലാത്തത് പോലീസ് DGP ആണ് ഇതിനകത്ത് അംഗമല്ലാത്ത ആള് കേട്ടോ, അംഗമല്ലാത്ത ആള്. അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ എന്താണ് അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിലെ സമിതിയിലെ അംഗമല്ലാത്തത്, മെമ്പേഴ്സ് അല്ലാത്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മെമ്പേഴ്സായിട്ട് വരുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം. മെമ്പേഴ്സായിട്ട് വരുന്നത് നമ്മുടെ ജയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ജില്ലാ കളക്ടർ വരും, അതുപോലെ തന്നെ ജില്ലാ ജഡ്ജി വരും, ജില്ലാ പ്രൊബഷൻ ഓഫീസർ വരും, ജില്ലാ ജഡ്ജി വരും, അതോടൊപ്പം തന്നെ ജയിൽ സൂപ്രണ്ട് വരും. അപ്പോൾ ഇതിനകത്ത് വരാത്തതെന്ന് പറഞ്ഞാൽ പോലീസ് DGP ആണ്. അപ്പം പഠിച്ചു വെക്കണം, പോലീസ് DGP ആണ് വരാത്തത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ എന്ന് തിരഞ്ഞെടുക്കുക. അപ്പൊ ശരിയായത് ഏതെന്നുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികൾക്കായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. നമ്മൾ ഇന്നലെ പഠിച്ചാണ് എന്താണ് തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതൽ ആണ് എന്നുള്ളതാണ്. തുറന്ന ജയിലിലുള്ള വേതനം എന്താണ് കൂടുതലാണ്. അടുത്ത പോയിന്റ്, അടുത്ത സ്റ്റേറ്റ്മെന്റ്, തടവുകാർ അർജിക്കുന്ന വേതനം മുഴുവനായി കുടുംബത്തിന് അയച്ചു കൊടുക്കാൻ കഴിയും. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് തടവുകാർക്ക് ലഭിക്കുന്ന വേതനമില്ലേ, അത് മുഴുവനായിട്ടും കുടുംബത്തിന് അയച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, അന്തേവാസികളായ തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്കും അർഹത ഉണ്ടായിരിക്കുന്നതാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ ആൻസർ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ട് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രം ശരി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെ ആണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? നമ്മൾ ഇന്നലെ പഠിച്ചാണ് ഓപ്ഷൻ സി തവനൂരാണ് കേട്ടോ. തവനൂരാണ് മലപ്പുറം ജില്ലയിൽ. ചിലപ്പോൾ മലപ്പുറം ഒന്നും ക്വസ്റ്റ്യൻ തരാം, തവനൂരിന്നും ക്വസ്റ്റ്യൻ തരാം കേട്ടോ. തവനൂരിന്നും ക്വസ്റ്റ്യൻ തരാം. അപ്പൊ തവനൂർ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. മലപ്പുറം ജില്ലയിലാണ് തവനൂർ വരുന്നത് കേട്ടോ. അപ്പൊ കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? തവനൂരാണ്. കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകളുണ്ട്? 4 സെൻട്രൽ ജയിലുകളുണ്ട്. ഏറ്റവും അവസാനം തന്നെയാണ് തവനൂർ സെൻട്രൽ ജയിൽ. അത് കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? തവനൂർ സെൻട്രൽ ജയിലാണ്. തവനൂർ സെൻട്രൽ ജയിലിന്റെ എന്നാണ് സ്ഥാപിതമായത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 2022 ജൂൺ 12-നാണ് തവനൂർ സെൻട്രൽ ജയിൽ സ്ഥാപിതമായത്. 2022 ജൂൺ 12-നാണ് തവനൂർ സെൻട്രൽ ജയിൽ സ്ഥാപിതമായത്. അതോടൊപ്പം തന്നെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി U ആകൃതിയിലാണ് എന്താണ് തവനൂർ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതായത് നിർമ്മിച്ചിരിക്കുന്നത് U ആകൃതിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി U ആകൃതിയിലാണ് നമ്മുടെ തവനൂർ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്തിരിക്കുന്നത്. തവനൂർ സെൻട്രൽ ജയിൽ അറ്റ് എ ടൈമും 706 തടവുകാർക്ക് പാർപ്പിക്കാൻ സാധിക്കുന്നതാണ് തവനൂർ സെൻട്രൽ ജയിൽ. തവനൂർ സെൻട്രൽ ജയിൽ എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അഥവാ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ പെടുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി സെൻട്രൽ ജയിലാണ്. ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ ഏർപ്പെടുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ ജയിലാണ്. അടുത്ത പോയിന്റ്, ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം ഏതാണ് എന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇതിനെ സിക്ക എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും കേട്ടോ. ചിലപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ സിക്ക എന്ന് കിടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മുടെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിനായിട്ട് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് എവിടെയാണ്, സിക്ക എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് കേട്ടോ. പൂജപ്പുരയിലാണ് നമ്മുടെ ഈ ഒരു ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത്. പൂജപ്പുരയിലാണ്. അപ്പോൾ നമ്മൾ അന്ന് ഇതിന്റെ ഒരു ഹിസ്റ്ററി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് കേരളത്തിൽ സ്ഥാപിച്ച
ആദ്യമായിട്ട് കേരളത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് ജയിൽ ട്രെയിനിങ് സ്കൂൾ വന്നത് 1957 1957 ആദ്യമായിട്ട് ജയിൽ ട്രെയിനിങ് സ്കൂൾ കേരളത്തിൽ സ്ഥാപിച്ചത്. തിരുവനന്തപുരത്ത് തന്നെയാണ്. അതിനുശേഷം 1988 ഇതിന്റെ പേര് മാറ്റി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നാക്കിയത് കേട്ടോ. 1957 കേരളത്തിൽ കേരള ജയിൽ ട്രെയിനിങ് സ്കൂൾ വന്നു. അതിനുശേഷം 1988 അതിന്റെ പേര് മാറ്റി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നാക്കിയത്, സിക്ക എന്നാക്കിയത് കേട്ടോ. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂജപ്പുര, തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേരെന്താണ്? എന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് എന്നാണ് കേട്ടോ. പറഞ്ഞിരിക്കണേ, കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേരെന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് എന്നാണ്. അടുത്ത ചോദ്യം, തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്രയാണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്? 6 വയസ്സാണ് കേട്ടോ. ഓപ്ഷൻ ബി, 6 വയസ്സ് വരെയാണ് കുട്ടികളെ പാർപ്പിക്കാൻ സാധിക്കുന്നത്. നിങ്ങളൊരു ദിലീപിന്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞൊരു സിനിമ. ആ ഒരു സിനിമയ്ക്കകത്ത് ദിലീപ് ജനിച്ചു വീഴുന്നത് എവിടെയാണ്? ജയിലിലാണ് ജനിച്ചു വീഴുന്നത്. അപ്പൊ അവന് 6 മാസം കഴിയുമ്പം അവിടെ ജയിലിൽ നിന്ന് മാറ്റത്തില്ലേ? അതിനുശേഷം പിന്നെ അവൻ വരും. അങ്ങനെയൊക്കെയല്ലേ സിനിമ പോകുന്നത്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോണം കേട്ടോ. 6 വയസ്സ് വരെ നമ്മൾക്ക് എന്താണ്, അതായത് ജയിലിൽ തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്ര വയസ്സ് വരെയാണ്? 6 വയസ്സ് വരെയുള്ള 6 വയസ്സ് വരെ പാർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണേ. 6 വയസ്സ് വരെ. അടുത്ത ചോദ്യം, ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ ജയിലാണ്. ഓപ്ഷൻ ഡി, സെൻട്രൽ ജയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന അല്ലേ? ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ ജയിലാണ് കേട്ടോ. സെൻട്രൽ ജയിലാണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏതാണ്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞാണ് തവനൂർ സെൻട്രൽ ജയിൽ, മലപ്പുറം. തവനൂർ സെൻട്രൽ ജയിൽ, മലപ്പുറം. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക ഏതാണ്? സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായിട്ടുള്ള തസ്തിക ഏതാണ്? വനിതാ ജയിൽ സൂപ്രണ്ട് ആണ്. പഠിച്ചു നോക്കണം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായിട്ടുള്ള തസ്തിക ഏതാണ്? വനിതാ ജയിൽ സൂപ്രണ്ട് ആണ്. അടുത്ത ചോദ്യം, നെട്ടുകാൽ തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം ഏതാണെന്നാണ്. നെട്ടുകാൽ തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം ഏതാണ്? 1962. ഓപ്ഷൻ ബി, 1962. അപ്പൊ നെട്ടുകാൽ തേരി എന്താണ്? തുറന്ന ജയിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇതേ കണക്ട് ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചിരിക്കും. കേരളത്തിൽ ആകെ 3 തുറന്ന ജയിലുകളാണ് കേരളത്തിലുള്ളത്. എവിടേക്കാണ്? നെട്ടുകാൽ തേരി, ചീമേനി, പൂജപ്പുര. നെട്ടുകാൽ തേരി, ചീമേനി, പൂജപ്പുര. കേരളത്തിൽ 3 തുറന്ന ജയിലുകളാണ് ആകെ ഉള്ളത്. അപ്പൊ നെട്ടുകാൽ തേരി രൂപീകരിച്ച 1962. അതിനുശേഷം ചീമേനി തുറന്ന ജയിൽ രൂപീകരിച്ചത് 2007. അതിനുശേഷമാണ് പൂജപ്പുരയിൽ 2013 തുറന്ന ജയിൽ രൂപീകരിച്ചത്. അപ്പം അതേ കണക്ട് ചെയ്ത് വേറൊരു ചോദ്യം ചോദിക്കാം. കേരളത്തിൽ പുരുഷന്മാർക്കായിട്ടുള്ള തുറന്ന ജയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. പുരുഷന്മാർക്കായിട്ടുള്ളത് 2 മാത്രമേ ഉള്ളൂ. ടോട്ടല് തുറന്ന ജയിൽ 3 എണ്ണവും പുരുഷന്മാർക്കായിട്ടുള്ളത് 2 എണ്ണമാണ്. അതേതൊക്കെയാണ്? നെട്ടുകാൽ തേരിയും ചീമേനിയും ആണ് പുരുഷന്മാർക്കായിട്ടുള്ള തുറന്ന ജയിലും. അതുപോലെ തന്നെ പൂജപ്പുരയിലെ തുറന്ന ജയിൽ, 2013 നിർമ്മിച്ച പൂജപ്പുരയിലെ തുറന്ന ജയിൽ സ്ത്രീകൾക്കായിട്ടുള്ള തുറന്ന ജയിലാണ് കേട്ടോ. അതോടൊന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, യെസ് അത് തന്നെയാണ്. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓപ്ഷൻ ഡി, തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ പൂജപ്പുരയിലാണ്. 2013 ഇത് വനിതാ തുറന്ന ജയിൽ സ്ഥാപിതമായത് കേട്ടോ. അപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചോണേ. ഞാൻ ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ആകെ തുറന്ന ജയിലുകളുടെ എണ്ണം 3 എണ്ണമാണ്. എവിടെയൊക്കെയാണ്? നെട്ടുകാൽ തേരി, ചീമേനി, പൂജപ്പുര. കേരളത്തിലെ പുരുഷന്മാർക്കായിട്ടുള്ള തുറന്ന ജയിലുകൾ ഏതൊക്കെയാണ്? കേരളത്തിൽ പുരുഷന്മാർക്കായിട്ടുള്ള തുറന്ന ജയിലുകളുടെ എണ്ണം എത്രയാണ്? അത് 2 എണ്ണമാണ്. ഏതൊക്കെയാണ്? നെട്ടുകാൽ തേരി, ചീമേനി. നെട്ടുകാൽ തേരി 1962, ചീമേനി 2007. കേരളത്തിലെ സ്ത്രീകൾക്കായിട്ടുള്ള, കേരളത്തിലെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് സ്ഥാപിതമായത്. 2013. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും.
അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് കൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ അറിയാം, നമ്മൾ ഈ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ ഡിഗ്രി ലെവൽ പ്രിലിംസും അതുപോലെ തന്നെ VFA പരീക്ഷകളൊക്കെ ഇനി വരുന്ന പരീക്ഷകളൊക്കെ എഴുതാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ നീണ്ടു നിൽക്കുന്ന 1 hour ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസോടെയാണ് നമ്മൾ ഈ ഒരു ബാച്ച് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു 1 hour ലൈവ് സെക്ഷൻ ക്ലാസ്സിൽ കയറി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ റെക്കോർഡ് സെക്ഷൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ്, ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പം ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്കിലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ റിവിഷൻ ക്ലാസ്സസും. ഇനി എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള റിവിഷൻ രീതിയിലാണ് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു പോകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഈ ഒരു 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇനി വരുന്ന 6 മാസം, അതായത് 6 മാസത്തിലാണ് ഇനി പ്രധാനപ്പെട്ട പരീക്ഷകൾ വരുന്നത്. ഡിഗ്രി പ്രിലിംസ്, സിവിൽ പോലീസ് ഓഫീസർ തുടങ്ങി നിരവധി പരീക്ഷകൾ വരുന്നുണ്ട്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പക്കയാക്കാൻ സാധിക്കുന്നതാണ് വെറും ഈ ഒരു 200 രൂപയ്ക്ക്. അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് 10ഉം 20ഉം മാർക്കുമാണ് ഇനി വരുന്ന പരീക്ഷകൾക്ക് വരുന്നത്. ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ ദിവസവും ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസോട് കൂടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബെറ്റർ ആയിട്ട് തന്നെ ഈ ഒരു ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ് പോകും. ഇപ്പം തന്നെ ഏകദേശം നമ്മുടെ ബാച്ചിൽ തന്നെ 10, 60, 70 കുട്ടികളായിട്ടുണ്ട്, സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ ബെനിഫിറ്റ് വരുന്നുണ്ട് ഈ ഒരു ക്ലാസ് ത്രൂ. അപ്പം നിങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മൾ റിവിഷൻ ചെയ്താണ് കറണ്ട് അഫയേഴ്സ് പഠിപ്പിച്ചു പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. 81 299 339 എന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപയ്ക്ക് ഇനി വരുന്ന പരീക്ഷകളിലേക്കുള്ള കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളം രൂപീകൃതമായതിനു ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണ് സെൻട്രൽ ജയിൽ? നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചാണ്. എന്താണ്? തവനൂർ സെൻട്രൽ ജയിലാണ്. തവനൂർ സെൻട്രൽ ജയിലാണ്. പഠിച്ചു നോക്കണേ. ഇപ്പൊ എത്ര മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഒരു മിനിറ്റ്. പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം. എന്താണ്? കേരളം രൂപീകൃതമായതിനു ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? തവനൂർ സെൻട്രൽ ജയിലാണ്. തവനൂർ സെൻട്രൽ ജയിൽ എന്നാണ് സ്ഥാപിച്ചത്? 2022 ജൂൺ 12 സ്ഥാപിച്ചത് കേട്ടോ. അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, അലക്സാണ്ടർ ജേക്കബ് ആണ്. അറിഞ്ഞിരിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? അലക്സാണ്ടർ ജേക്കബ്. അടുത്ത പോയിന്റ്, ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ഡി ആണ്. 18 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള പ്രായപരിധിയിലുള്ള കൗമാര തടവുകാരെയാണ് ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത്. കൗമാര തടവുകാരെയാണ്. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചതാണ് ഈ ഒരു കേരള പ്രിസൺസ് ആക്ട് പ്രകാരം കൗമാര തടവുകാർ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ളവരെയാണ്. അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയായ തടവുകാരെന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? 21 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താണ്? ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ളവരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 18നും 21 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരെയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ എത്ര ബോസ്റ്റൽ സ്കൂളുകളുണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എത്ര ബോസ്റ്റൽ സ്കൂളുകളുണ്ട്? ആകെ ഒരു ബോസ്റ്റൽ സ്കൂൾ കേരളത്തിലുള്ളൂ. അത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ്. ഏക ബോസ്റ്റൽ സ്കൂൾ തൃക്കാക്കര, എറണാകുളമാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുമ്പാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ്. ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാനാണ്. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയാണ്. ഉപദേശക സമിതിയെ കുറിച്ചുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ജില്ലാ കളക്ടർ ഈ സമിതിയിൽ അംഗമാണ്. ശരിയാണ്. അതുപോലെ തന്നെ സമിതിയുടെ കോറം 5 ആയിരിക്കും. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സമിതിയുടെ കോറം 4 ആണ് വരുന്നത് കേട്ടോ. 5 അല്ല, 4 ആണ് വരുന്നത്. അതുപോലെ തന്നെ അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. 1, 2, 4 ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം
അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഉപദേശക സമിതി, അതായത് എന്താണ് അകാല വിടുതലിന് ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയിൽ ഓരോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് ആ ഒരു ഉപദേശക സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെൻട്രൽ ജയിലിനും തുറന്ന ജയിലിനും വനിതാ ജയിലിനും തടവുകാരുടെ കാലാവധി തീരുന്നതിന് മുമ്പുള്ള വിടുതൽ പരിശോധിക്കേണ്ടതും ഉചിതമായ ശുപാർശകൾ സർക്കാരിന് സമർപ്പിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഉപദേശക സമിതി വരുന്നത്. അപ്പോൾ ഉപദേശക സമിതിയിലുള്ള അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം, നിങ്ങൾ കേട്ടിരിക്കണം. അതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ജയിൽ വകുപ്പ് മേധാവിയാണ്. ചെയർമാൻ ആരാണ്? ചെയർമാൻ അഥവാ അധ്യക്ഷൻ ആരാണ്? ജയിൽ വകുപ്പ് മേധാവിയാണ്. പിന്നെ മെമ്പർമാരായിട്ട് വരുന്നത് ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയുടെ കളക്ടർ, അതോടൊപ്പം തന്നെ ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയുടെ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻസ് ജഡ്ജ്, ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയുടെ കമ്മീഷണർ, ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയുടെ ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസർ, സർക്കാർ നിയമിക്കുന്ന 3 അനൗദ്യോഗിക അംഗങ്ങൾ കേട്ടോ, പഠിച്ചു വെക്കണേ. സർക്കാർ നിയമിക്കുന്ന 3 അനൗദ്യോഗിക അംഗങ്ങൾ, അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ജയിൽ സൂപ്രണ്ടിന്റെ കേട്ടോ മെമ്പർ സെക്രട്ടറി. ഈ ഒരു സമിതിയിലെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ജയിൽ സൂപ്രണ്ടാണ് കേട്ടോ. ചെയർമാൻ അഥവാ അധ്യക്ഷൻ ആരാണ്? ജയിൽ വകുപ്പ് മേധാവി. അതുപോലെ തന്നെ മെമ്പർ സെക്രട്ടറി, ഈ ഒരു സമിതിയിലെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ജയിൽ സൂപ്രണ്ടുമാണ്. അതുപോലെ തന്നെ അനൗദ്യോഗിക അംഗങ്ങളുടെ കാലാവധി സാധാരണഗതിയിൽ 5 വർഷമായിരിക്കും. അതുകൊണ്ട് അറിഞ്ഞിരിക്കണം, അനൗദ്യോഗിക അംഗങ്ങളുടെ കാലാവധി സാധാരണഗതിയിൽ 5 വർഷമായിരിക്കും. എത്ര അനൗദ്യോഗിക അംഗങ്ങളുണ്ട്? 3 അനൗദ്യോഗിക അംഗങ്ങളുണ്ട്, സർക്കാർ നിയമിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു സമിതി കൂടേണ്ടതാണ്. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു സമിതി കൂടേണ്ടതാണ്. അതോടൊപ്പം തന്നെ സമിതിയുടെ കോറം 4 ആയിരിക്കുന്നതും കേട്ടോ, സമിതിയുടെ കോറം 4 ആയിരിക്കുന്നതും അതിൽ ഒരാളെയെങ്കിലും അനൗദ്യോഗിക അംഗമായി ആയിരിക്കേണ്ടതും ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം സമിതിയുടെ കോറം എത്രയാണ്? 4 ആണ് കേട്ടോ, 5 അല്ല 4 ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സമിതി കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യന് പോവാം. കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കാം. കേരള ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം കണ്ണൂരാണോ? ആണോ? അല്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എവിടെയാണ് ആസ്ഥാനം? എവിടെയാണ്? പൂജപ്പുര, തിരുവനന്തപുരമാണ് കേരള ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. അത് ശരിയാണ്. ഏറ്റവും പഴയ ജയിൽ എവിടെയാണ്? ഇപ്പൊ നിലനിൽക്കുന്നത് ഏറ്റവും പഴയ ജയിൽ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. അതുപോലെ തന്നെ 3 തുറന്ന ജയിലുകളാണുള്ളത്. ശരിയാണ്. കേരളത്തിൽ ആകെ 3 തുറന്ന ജയിലുകൾ ആണുള്ളത്. എവിടേക്കാണ്? നെട്ടുകാൽത്തേരി, ചീമേനി, പൂജപ്പുര. അതിൽ തന്നെ 2 പുരുഷ തുറന്ന ജയിലുകളും 1 വനിത തുറന്ന ജയിലും. വനിത തുറന്ന ജയിൽ ഏതാണ്? പൂജപ്പുര. അടുത്തത്, ജില്ലാ ജയിലുകളുടെ എണ്ണം 14 അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ജില്ലാ ജയിലുകളുടെ എണ്ണം എത്രയാണ്? 14 ആണോ? 13 അല്ലേ? 13. അപ്പോൾ പഠിച്ചു വെക്കണം. എന്താണ് ജില്ലാ ജയിലുകളുടെ എണ്ണം എത്രയാണ്? 13 ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം മാത്രമാണ്. പഠിച്ചു വെക്കുക. ജില്ലാ ജയിലുകളുടെ എണ്ണം 13 ആണ്. അപ്പോൾ ഏത് ജില്ലയിലാണ് ജില്ലാ ജയിൽ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ പറയണം, മലപ്പുറം ജില്ലയിലാണ് ജില്ലാ ജയിൽ ഇല്ലാത്തത്. അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, ജില്ലാ ജയിലുകളുടെ എണ്ണം 13, അതുപോലെ തന്നെ സ്പെഷ്യൽ സബ് ജയിൽ 16, സബ് ജയിൽ 16, ബോസ്റ്റൺ സ്കൂള് 1 തൃക്കാക്കരയിലാണ്, ഹൈ സെക്യൂരിറ്റി പ്രിസൺ 1 എവിടെയാണ്? ഹൈ സെക്യൂരിറ്റി പ്രിസൺ 1 എവിടെയാണ്? വിയൂരാണ്. വിയൂർ തൃശ്ശൂർ ജില്ലയിലെ വിയൂരുമാണ് കേട്ടോ. ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത പോയിന്റ്, കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം എന്നാണെന്ന് ഈ വർഷം നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. 1991 കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയത് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ 1991 ജൂൺ 16 കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയത്. അത് എവിടെയാണ് നടപ്പിലാക്കിയതെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അറിഞ്ഞിരിക്കണേ, പരീക്ഷയ്ക്ക് ചിലപ്പം കണക്ട് ചെയ്തൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയായിരിക്കും ചോദ്യം ചോദിക്കാൻ സാധ്യത. കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ സെൻട്രൽ ജയിൽ ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? കണ്ണൂർ സെൻട്രൽ ജയിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അഴകേശൻ എന്ന വ്യക്തിയെയാണ് ഈ ഒരു വധശിക്ഷ നടപ്പിലാക്കിയത് കേട്ടോ. അപ്പൊ അഴകേശൻ എന്ന വ്യക്തിയെയാണ് വധശിക്ഷ നടപ്പിലാക്കിയത് കേട്ടോ. അപ്പം അഴകേശനെയാണ് തൂക്കിക്കൊന്നത് കേട്ടോ. അറിഞ്ഞിരിക്കണേ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ അഴകേശൻ എന്ന് പറഞ്ഞ വ്യക്തിയെയാണ് തൂക്കിക്കൊന്നത്. അപ്പം പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, ആരെയാണ് അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയെന്ന് ചോദിക്കും. ആരെയാണ് തൂക്കിക്കൊന്നത്, വധശിക്ഷ പ്രകാരം തൂക്കിക്കൊന്നത് എന്ന് ചോദിക്കാം. ആരെയാണ്? അഴകേശൻ എന്ന വ്യക്തിയെയാണ് കേട്ടോ. എവിടെയാണ്? കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അപ്പൊ അവസാനമായിട്ട് വധശിക്ഷ നടപ്പിലാക്കിയ സ്ഥലം കണ്ണൂർ സെൻട്രൽ ജയിലാണ്. നടപ്പിലാക്കിയ വർഷം 1991 ജൂൺ 16. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം,
കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ടോ, ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, മലപ്പുറം ജില്ലയിലാണ്. നമ്മൾ പഠിച്ചതാണ് എന്താണ് കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ എവിടെയാണ്? തവനൂരാണ്. മലപ്പുറം ജില്ലയിലെ തവനൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് 2020 എന്നാണ് തവനൂർ എന്നാണ് ഇത് സ്ഥാപിതമായത്? തവനൂർ സെൻട്രൽ ജയിൽ 2022 ജൂൺ 12 സ്ഥാപിതമായത്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി യു ആകൃതിയിലാണ് ഈ ഒരു ജയിൽ സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 706 തടവുകാരെ പാർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു തവനൂർ സെൻട്രൽ ജയിൽ കേട്ടോ. തവനൂർ സെൻട്രൽ ജയിൽ മലപ്പുറം കേട്ടോ. തവനൂരോ മലപ്പുറമോ ഓപ്ഷൻസ് വരാം. എന്നാൽ ഈ ഒരു ക്വസ്റ്റിന് മലപ്പുറമാണ് വന്നിരിക്കുന്നത്. മറ്റ് 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ തവനൂർ എന്നാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ തവനൂർ മലപ്പുറം ആണ് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഇനി ചോദിക്കാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് എനിക്ക് തോന്നുന്നു ഡേറ്റ് ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. അപ്പൊ തവനൂർ സെൻട്രൽ ജയിൽ എന്നാണ് സ്ഥിതി ചെയ്ത ഡേറ്റ് സ്ഥാപിതമായ ഡേറ്റ് എന്നായിരിക്കുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. പഠിച്ചു വെക്കണം. 2022 ജൂൺ 12 തവനൂർ സെൻട്രൽ ജയിൽ സ്ഥാപിതമായത് കേട്ടോ, ആരംഭിച്ചത്. അടുത്ത ചോദ്യം, കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകളുണ്ട്? കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകളുണ്ട്? നമ്മൾ പഠിച്ചാണ് എത്ര? 2 തുറന്ന ജയിലുകളാണുള്ളത്. എവിടേക്കാണ്? നെട്ടുകാൽത്തേരി, ചീമേനി. അപ്പൊ കേരളത്തിൽ പുരുഷ തടവുകാർക്കായിട്ടുള്ള തുറന്ന ജയിലുകൾ എത്ര എണ്ണമാണുള്ളത്? 2 തുറന്ന ജയിലുകളാണുള്ളത്. നെട്ടുകാൽത്തേരിയും അതുപോലെ തന്നെ ചീമേനിയുമാണ്. നെട്ടുകാൽത്തേരി 1962 രൂപീകരിച്ചത്. ചീമേനി 2007 രൂപീകരിച്ചത് കേട്ടോ, അറിഞ്ഞിരിക്കണേ. അടുത്ത ചോദ്യം, തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര ജില്ലാ ജയിലിൽ എത്രയാണ്? നമ്മൾ പഠിച്ചാണ് 6 മാസം വരെ പാർപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്? 6 മാസമാണ് ജില്ലാ ജയിലിൽ പാർപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 6 മാസമാണ്. നമ്മൾ പഠിച്ചതാണ് എന്താണ് ജില്ലാ ജയിൽ 6 മാസം വരെ തടവുള്ളവരെയും സ്പെഷ്യൽ സബ് ജയിൽ 3 മാസം വരെ തടവുള്ളവരെയും അതുപോലെ തന്നെ സബ് ജയിൽ 1 മാസം തടവുള്ളവരെയും. ഈ ഒരു കണക്ക് അറിഞ്ഞിരിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. ജില്ലാ ജയിലിൽ 6 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചവരെയും അതുപോലെ തന്നെ സ്പെഷ്യൽ സബ് ജയിലിൽ 3 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചവരെയും അതോടൊപ്പം തന്നെ സബ് ജയിലിൽ 1 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചവരെയാണ് പാർപ്പിക്കുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ റിമാൻഡും കസ്റ്റഡി പ്രതികളും ഉണ്ടാവും കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ 6 മാസത്തിൽ കൂടുതൽ ശിക്ഷ വിധിച്ചവരെ സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുന്നത് കേട്ടോ. 6 മാസത്തിൽ കൂടുതൽ ശിക്ഷയ്ക്ക് വിധിച്ചവരെ എവിടെയാണ് പാർപ്പിക്കുന്നത്? സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ് എന്നാണ് വെച്ചിരിക്കുന്നത്. ആരാണ്? ബൽറാം കുമാർ ഉപാധ്യായ ആണോ? ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആണോ? അജിത് കുമാർ MR ആണോ? H വെങ്കിടേഷ് ആണോ? ഇത് നിങ്ങൾ എന്താണ് ഇത് നിങ്ങളോടൊരു ചോദ്യമാണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. നിലവിലെ കേരളത്തിലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പൊ ഇതാണ് അവസാന ചോദ്യം. അപ്പൊ ഈ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി 18-ാം തീയതി നടക്കുന്ന പരീക്ഷയ്ക്ക് കേരള ജയിൽ വകുപ്പ് പ്രവർത്തനങ്ങളും ഘടനയും പ്രവർത്തനങ്ങളും എന്ന പ്രവർത്തന രീതികളും എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ഒരു ക്ലാസ് നിങ്ങൾ അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മാക്സിമം എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്താൽ മതി. പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് റെക്കമെൻഡേഷൻ പോകുന്നതാണ്. അത് നിങ്ങൾ ചെയ്യുന്നൊരു വലിയൊരു സഹായം കൂടിയായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഇനി സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉടനെ തന്നെ പ്രിപ്പയർ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ സൈക്കോളജിയുടെ ക്ലാസ്സസും സൈക്കോളജിയുടെ റിവിഷൻ മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഉടനെ വരുന്നതാണ്. അപ്പം ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.